മലപ്പുറം നഗരത്തിലെ സ്കൂളുകളിൽ ആന്റി നാർക്കോട്ടിക്സ് ക്ലബ്ബുകൾ രൂപീകരിക്കും. മലപ്പുറം നഗരസഭ ചൈൽഡ് വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനും ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനുമായി മലപ്പുറം നഗരസഭാ പരിധിയിലെ എല്ലാ സ്കൂളുകളിലും ആന്റി നാർക്കോട്ടിക്സ് ക്ലബ്ബുകൾ രൂപീകരിക്കാൻ മലപ്പുറം നഗരസഭ ചൈൽഡ് വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന വിപുലമായ യോഗത്തിൽ നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രധാനാധ്യാപകർ, മാനേജർമാർ, PTA പ്രസിഡന്റുമാർ, അധ്യാപക പ്രതിനിധികൾ എന്നിവർക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കുട്ടികൾ നേരിടുന്ന സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ വെല്ലുവിളികൾ സംബന്ധിച്ച് വിശദമായ ചർച്ചയാണ് യോഗത്തിൽ നടന്നത്. കുട്ടികളുടെ സമഗ്ര വികസനത്തിനും സുരക്ഷിതമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും കൂട്ടായ ഇടപെടൽ അനിവാര്യമാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ വി പറഞ്ഞു. സ്കൂൾ കേന്ദ്രീകൃത പ്രവർത്തനങ്ങളിലൂടെ ലഹരി ഉപയോഗത്തിനെതിരായ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയും വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉത്തരവാദിത്ത ബോധം വളർത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത അവർ ചൂണ്ടിക്കാട്ടി. പഠന വൈകല്യങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ നേരത്തെ കണ്ടെത്തി ആവശ്യമായ പിന്തുണയും ചികിത്സാ സഹായവും ലഭ്യമാക്കുന്നതിനും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ, അവഗണന, ചൂഷണം തുടങ്ങിയ സംഭവങ്ങൾ കണ്ടെത്തി സമയബന്ധിതമായി ഇടപെടുന്നതിനുമായി ആന്റി നാർക്കോട്ടിക്സ് ക്ലബ്ബുകളുടെ പ്രവർത്തനം പ്രയോജനപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ജിതേഷ് ജി അനിൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ പരി അബ്ദുൽ മജീദ്, മരിയുമ ഷെരീഫ്, ആബിദ എട്ടുവീട്ടിൽ, മമ്മു മാസ്റ്റർ, എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ മാനേജർ പ്രതാപ് റാവു, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അലിഗർ ബാബു, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ സന്തോഷ് കുമാർ, DTPO പ്രമീള വി, കുടുംബശ്രീ ചെയർപേഴ്സൺ ജുമൈല തണ്ടുതുലാൻ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തിയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.